എപ്പോഴും ഒരേപോലെ കഴിക്കുന്നവര് ഇതുപോലെ ഒന്ന് മാറ്റി പിടിച്ച് നോക്ക്. സംഭവം അടിപൊളിയാണ്. അപ്പൊ ദാ ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് വെള്ളക്കടല കുതിർത്ത് വെച്ച കടലയാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകി എടുത്ത ശേഷം കുക്കറിലാക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി വേണ്ടത് ഒരു ഫ്രൈ പാനിലോട്ട് ഒരു 2½ ടേബിൾ സ്പൂൺ വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു തഹീനി പേസ്റ്റ് ഉണ്ടാക്കി എടുക്കണം. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഈ ഒരു രീതിയിൽ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കിയിട്ട് ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലാക്കി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. ഇനി വേണ്ടത് ഇതിലോട്ട് 2 സ്പൂൺ 1 2 സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ഒന്നും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച വെള്ളക്കടല ചൂടാറിയ ശേഷം ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുക. കടല നന്നായിട്ട് വേകണം, വെന്ത് വടയുന്ന പരുവത്തിൽ തന്നെ. 2 ബാച്ചായിട്ട് അരച്ചെടുക്കുന്നെങ്കിൽ അതാവും ഏറ്റവും നല്ലത് കേട്ടോ. ഇനി ഇതിലോട്ട് ഒരു 3 വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു പകുതി നാരങ്ങയുടെ നീര്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര്. ഇനി നമ്മൾ അരച്ച ഈ ഒരു തഹീനി പേസ്റ്റ് ഒരു 2½ ടേബിൾ സ്പൂണോളം തഹീനി പേസ്റ്റ് നമ്മൾ അരച്ചത് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒലിവ് ഓയിൽ ഒരു 2 3 ടേബിൾ സ്പൂൺ ഒക്കെ ഒലിവ് ഓയിൽ ചേർക്കാം. ഞാനൊരു ഇച്ചിരി കടല വേവിച്ച വെള്ളവും പിന്നെ കുറച്ച് തണുത്ത വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. പിന്നെ ഒലിവ് ഓയിൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 3 4 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മുകളിലോട്ട് ഞാനിപ്പോൾ ഒരു ഇച്ചിരി ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ലൊരു കണ്ടെയ്നറിലാക്കിയിട്ട് കുറച്ച് മുകളിലോട്ട് ഒലിവ് ഓയിലും കൂടെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് മടിയുള്ള ദിവസങ്ങളിലൊക്കെ നമുക്കിത് പിന്നെ സെർവ് ചെയ്താൽ മതി. ഈസിയാണ്. ഒരു 5 6 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ചൂടാക്കിയൊന്നും വേണ്ട, തണുപ്പോട് കൂടിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് ഒലിവ് ഓയിലൊക്കെ ഇതുപോലെ ആക്കി കൊടുത്തിട്ടാണ് സെർവ് ചെയ്യാറുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസും ഈ ഒരു ഹമ്മൂസും നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക.